വീട്ടിലാവുമ്പോൾ പഠിക്കണം, പണിയെടുക്കണം, എന്തൊക്കെ ചെയ്യണം. ഇവിടെ ആകുമ്പോൾ തിന്നുക, കിടക്കുക, തൂറുക, ഉറങ്ങുക. എന്ത് സുഖ ജീവിതം. തിന്ന് തൂറി ഉറങ്ങി, തിന്ന് തൂറി ഉറങ്ങി, തിന്ന് തൂറി ഉറങ്ങി. ഈ ഭാഗ്യം ആർക്കെങ്കിലും കിട്ടൂടെ? അതൊക്കെയാണ് ജീവിതം. എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരും സ്വപ്നം കാണുന്ന, എല്ലാവരും കൊതിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് നമ്മുടെ കൽപ്പനയും കാന്താരിക്കും കിട്ടിയിട്ടുള്ളത്. നല്ലതാണ്. എത്ര ദിവസം കാന്താരിക്ക് ഇതുപോലെ തിന്നും തൂറി ഉറങ്ങാൻ പറ്റുമെന്ന് ആലോചിച്ചാൽ മാത്രം മതി. കൂടുതൽ ദിവസം എനിക്ക് തോന്നുന്നില്ല തിന്നും തൂറി ഉറങ്ങി മാത്രം അവിടെ ഇരിക്കാൻ പറ്റുമെന്ന്. എന്തായാലും നടക്കട്ടെ. ഉള്ളതൊരു ആയുഷ്മാൻ. ഇവിടെ പൊട്ടോ ഒന്നല്ലെങ്കിൽ ഇത്ര പ്രായമില്ല നിനക്ക്. റിയൽ ഏതാന്ന് തിരിച്ചറിയാത്ത വെറും മണ്ടനാണോ നീ? നീ കാണുന്ന വെറും 1.5 മിനിറ്റ് വീഡിയോ ആണോ അവരുടെ ജീവിതം? പറ. പിന്നെ നീ എന്തൊക്കെയാ അവളെ കുറിച്ച് പറഞ്ഞല്ലോ, പരീക്ഷ പേടി, വീട്ടിൽ പണിയെടുക്കാൻ മടി, അങ്ങനെ എന്തൊക്കെ. അതൊക്കെ വിശ്വസിച്ചിരിക്കുക തീരെ വെളിവില്ലടാ നിനക്ക്. ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവൂലേ ആ പ്രായത്തിൽ എന്തോരം പ്രശ്നം വീട്ടിലുണ്ടാവുമെന്ന്. അതൊക്കെ ഇപ്പൊ നിന്നോട് പറയാൻ പറ്റൂ? പിന്നെ വേറെ എന്തൊക്കെയാ നീ പറഞ്ഞല്ലോ, അവനെ കൊണ്ട് അവളെ നോക്കാൻ പറ്റുമോ? നീ നിന്റെ 21-ാമത്തെ വയസ്സിൽ നീ എന്ത് ചെയ്യുന്നു? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവന് പ്രമോഷൻ ചെയ്ത് കിട്ടുന്ന പൈസ തന്നെ മതി അവർക്ക് അടിച്ചു പൊളി ജീവിക്കാൻ. പിന്നെ അവന് ഒരു ദിവസം പോലും ലീവ് എടുക്കാണ്ട് നല്ല അന്തസ്സായിട്ട് പണിക്കും പോകുന്നുണ്ട്. അപ്പൊ അവനക്ക് ആ പേടിയില്ല. കാണുമ്പം കേരളമെന്നാൽ പാരനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, മണ്ണല്ല. ഇപ്പൊ മനസ്സിലായി, ഈ തന്തയായിട്ട് പെണ്ണിട്ടാ തന്നെ സൂക്കടല്ലടാ നിനക്ക്. നീ വിഷമിക്കണ്ട, നിനക്ക് ഒരിക്കലും പെണ്ണ് കിട്ടാൻ പോകണില്ല. കണ്ണാപ്പിത്തനങ്ങളൊക്കെ കാണിച്ച് ഇതുവരെ എത്തിച്ചില്ല. ആയുഷ്മാൻ എല്ലാ മംഗളാശംസകളും നേരുന്നു. നീ എന്താ വല്ല കള്ളസ്വാമിയാണോ ഫുൾ ടൈം ആയുഷ്മാൻ ബാബ ആയുഷ്മാൻ ബാബ എന്ന് പറയുന്നത്? എന്തായാലും എന്റെ വക നിനക്ക് ഒരുക്കിട്ടൊരു ആയുഷ്മാൻ ബാബ. നീ ചെയ്തതിന് എന്തായാലും ചെറുതും വലുതുമായ പണികൾ നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിന്റെ ആഘാതം കുറച്ചു കൊടുക്കണേ നാഥാ. അപ്പോ ബൈ.